ഇവിടെ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് എന്തൊരു ആവേശമാണ്. നിങ്ങളെയെല്ലാം കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾക്കറിയാമോ, ഇന്ന് ഞാൻ ജീവിച്ചിരിക്കാൻ പാടില്ലാത്തതാണ് എനിക്ക് ഇത്രയും സന്തോഷം തോന്നുന്നതിന്റെ ഏറ്റവും വലിയ കാരണങ്ങളിലൊന്ന്. 2006 ഫെബ്രുവരി 2 ഞാൻ മരിക്കേണ്ടതായിരുന്നു. ഈ ഭൗതിക ജീവിതത്തിലെ എന്റെ അവസാന ദിവസമായിരുന്നു അത്. കാരണം ആ ദിവസം എന്റെ ഭർത്താവിനോടും കുടുംബത്തോടും ഡോക്ടർമാർ പറഞ്ഞിരുന്നു, എനിക്ക് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ജീവിക്കാൻ ബാക്കിയുള്ളൂ എന്ന്. ലിംഫ് നോഡുകളുടെ ഒരു തരം കാൻസറായ എൻഡ് സ്റ്റേജ് ലിംഫോമ ബാധിച്ച് ഞാൻ മരിക്കുകയായിരുന്നു. അതുവരെ 4 വർഷമായി ഞാൻ കാൻസറുമായി മല്ലിട്ടു. 4 വർഷമായി ഈ രോഗം എന്റെ ശരീരത്തെ വിഴുങ്ങി. അത് എന്റെ ലിംഫറ്റിക് സിസ്റ്റത്തിലൂടെ സഞ്ചരിച്ചു. എന്റെ കഴുത്തിൽ ഒരു മുഴയോടെയാണ് അത് ആരംഭിച്ചത്. പിന്നീട് അത് എന്റെ ലിംഫറ്റിക് സിസ്റ്റത്തിലുടനീളം വ്യാപിച്ചു. ആ സമയത്ത് 4 വർഷത്തിന്റെ അവസാനത്തോടെ എനിക്ക് നാരങ്ങയുടെ വലുപ്പമുള്ള ചില മുഴകൾ ഉണ്ടായിരുന്നു. അവ എന്റെ തലയോട്ടിയുടെ അടിഭാഗത്ത് നിന്ന് എന്റെ കഴുത്തിനു ചുറ്റും, എന്റെ നെഞ്ചിലേക്കും, എന്റെ കൈകൾക്കടിയിൽ, എന്റെ വേരിലേക്കും വ്യാപിച്ചിരുന്നു. ആ സമയമായപ്പോഴേക്കും കോമയിലേക്ക് പോകുന്നതിനു മുമ്പുതന്നെ എന്റെ ശ്വാസകോശം ദ്രാവകം കൊണ്ട് നിറഞ്ഞിരുന്നു. ഞാൻ കിടക്കുമ്പോഴെല്ലാം എന്റെ സ്വന്തം ദ്രാവകം ശ്വാസം മുട്ടിച്ചു. എന്റെ പേശികൾ പൂർണ്ണമായും വഷളായി. അതിനാൽ എനിക്ക് ഏകദേശം 85 പൗണ്ട് ഭാരം ഉണ്ടായിരുന്നു. തൊലിപ്പുറത്തുള്ള ഒരു അസ്ഥികൂടം പോലെയാണ് ഞാൻ കാണപ്പെട്ടത്. എന്റെ ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കൾ പുറത്തേക്ക് ഒഴുകുന്ന വലിയ വിടവുള്ള തുറന്ന ചർമ്മ മുറിവുകൾ എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഭക്ഷണം ദഹിപ്പിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് സ്ഥിരമായ ഒരു ലോ ഗ്രേഡ് പനി ഉണ്ടായിരുന്നു. എന്റെ പേശികൾ വഷളായതിനാൽ എനിക്ക് നടക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ എന്നെ നിരന്തരം കിടക്കുകയോ വീൽചെയറിൽ കൊണ്ടുപോകുകയോ ചെയ്തു. എന്നെ എപ്പോഴും ഒരു ഓക്സിജൻ ടാങ്കുമായി ബന്ധിപ്പിച്ചിരുന്നു. ഓക്സിജന്റെ സഹായമില്ലാതെ എനിക്ക് ശ്വസിക്കാൻ കഴിയില്ല. 2006 ഫെബ്രുവരി 2 ആ ദിവസം രാവിലെ ഞാൻ കോമയിലേക്ക് പോയി. എന്റെ അവയവങ്ങൾ ഇപ്പോൾ പ്രവർത്തനരഹിതമായതിനാൽ ഇത് എന്റെ അവസാന മണിക്കൂറുകളാണെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. എന്റെ അവയവങ്ങൾ തകരാറിലായിരുന്നു. അതിനാൽ ഞാൻ മരിക്കുന്നതിനു മുമ്പ് എന്നെ കാണേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ് സമയമെന്ന് എന്റെ കുടുംബത്തോട് പറഞ്ഞു. എന്റെ ചുറ്റുമുള്ള എല്ലാവരും അറിയാതെ ഞാൻ കോമയിലാണെന്നും കണ്ണുകൾ അടഞ്ഞിരിക്കുന്നതായും തോന്നിയെങ്കിലും എനിക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിരുന്നു. എന്റെ ഭർത്താവ് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ അദ്ദേഹം എന്റെ കൈ പിടിച്ചുകൊണ്ട് എന്റെ അരികിലുണ്ടായിരുന്നു. ഡോക്ടർമാർ ചെയ്യുന്നതെല്ലാം ഞാൻ അറിഞ്ഞിരുന്നു. അവർ എന്റെ ഉള്ളിലേക്ക് ട്യൂബുകൾ തിരുകുകയായിരുന്നു. എന്റെ ശ്വാസകോശത്തിൽ നിന്ന് ദ്രാവകം നീക്കം ചെയ്തു. അങ്ങനെ എനിക്ക് എളുപ്പത്തിൽ ശ്വസിക്കാൻ കഴിഞ്ഞു. സംഭവിക്കുന്ന ഓരോ കാര്യവും ഞാൻ അറിഞ്ഞിരുന്നു. എനിക്ക് 360 ഡിഗ്രി പെരിഫറൽ കാഴ്ചയുള്ളതായി തോന്നി. എന്റെ ശരീരത്തിനു ചുറ്റും സംഭവിക്കുന്നതെല്ലാം എനിക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷേ എന്റെ ശരീരം ഉള്ള മുറിയിൽ മാത്രമല്ല, അതിനപ്പുറവും. എന്റെ ശരീരത്തിൽ നിന്ന് ഞാൻ വികസിച്ചതുപോലെയായിരുന്നു അത്. എന്റെ ഭൗതിക ശരീരത്തെക്കുറിച്ച് എനിക്ക് ബോധമുണ്ടായിരുന്നു. അത് ആ ആശുപത്രി കിടക്കയിൽ കിടക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷേ ഞാൻ ഇനി ആ ശരീരവുമായി ബന്ധപ്പെട്ടിരുന്നില്ല. ഒരേ സമയം എല്ലായിടത്തും എനിക്ക് കഴിയുന്നതുപോലെ തോന്നി. എന്റെ അവബോധം എവിടെ വെച്ചാലും ഞാൻ അവിടെയുണ്ടായിരുന്നു. ഇന്ത്യയിലുള്ള എന്റെ സഹോദരനെക്കുറിച്ച് എനിക്കറിയാമായിരുന്നു. എന്റെ ശരീരം, ഞാൻ ഹോങ്കോങ്ങിലായിരുന്നു. ഹോങ്കോങ്ങിൽ എനിക്ക് ഇത് സംഭവിച്ചുകൊണ്ടിരുന്നു. എന്റെ സഹോദരൻ ഇന്ത്യയിലായിരുന്നു. എന്നെ കാണാൻ വിമാനത്തിൽ കയറാൻ തിരക്കുകൂട്ടുകയായിരുന്നു. ഞാൻ അവസാന ശ്വാസം എടുക്കുന്നതിന് മുമ്പ് അവൻ എന്നെ കാണാൻ ആഗ്രഹിച്ചു. എനിക്ക് അത് അറിയാമായിരുന്നു. ഞാൻ അവനോടൊപ്പം ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ അദ്ദേഹത്തെ വിമാനത്തിൽ കണ്ടു. പിന്നെ എന്റെ അച്ഛനെയും എന്റെ ഉറ്റ സുഹൃത്തിനെയും കുറിച്ച് എനിക്ക് ബോധമുണ്ടായി. ഞാൻ 2 പേരെയും നഷ്ടപ്പെട്ടു. അവർ 2 പേരും കടന്നുപോയി, മരിച്ചു. പക്ഷേ അവർ എന്നെ നയിക്കുകയും എന്നോട് ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നതുപോലെ അവർ എന്നോടൊപ്പമുണ്ടെന്ന് എനിക്ക് ബോധമുണ്ടായി. ഈ അദ്ഭുതകരമായ വിശാലാവസ്ഥയിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, എല്ലാം മനസ്സിലാക്കുന്ന ഒരു വ്യക്തതയുടെ മണ്ഡലത്തിലാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് കാൻസർ ബാധിച്ചത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വളരെ വലുതാണെന്ന് എനിക്ക് മനസ്സിലായി. വാസ്തവത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ ഭൗതിക ശരീരത്തിലായിരിക്കും. നമ്മളെല്ലാവരും നമ്മുടെ ഭൗതിക ശരീരത്തിലായിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ വളരെ വലുതും ശക്തരുമാണ്. എന്നെ ചികിത്സിക്കുന്ന എല്ലാ ഡോക്ടർമാരുമായും നഴ്സുമാരുമായും എന്റെ ഭർത്താവുമായും എന്റെ അമ്മയുമായും എന്റെ സഹോദരനുമായും എല്ലാവരുമായും ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നതായി എനിക്ക് തോന്നി. നമ്മളെല്ലാവരും ഒരേ ബോധം പങ്കിടുന്നതുപോലെ എനിക്ക് തോന്നി. അവർ അനുഭവിക്കുന്നത് എനിക്ക് അനുഭവപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അവർ അനുഭവിക്കുന്ന വിഷമം എനിക്ക് അനുഭവപ്പെട്ടു.
ഡോക്ടർമാരുടെ രാജി എനിക്ക് അനുഭവപ്പെട്ടു. എന്നാൽ അതേസമയം ഞാൻ വൈകാരികമായി നാടകത്തിൽ ലയിച്ചില്ല. പക്ഷേ അവർ എന്താണ് അനുഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നാമെല്ലാവരും ഒരേ ബോധം പങ്കിടുന്നതുപോലെ നമ്മുടെ ഭൗതിക ശരീരങ്ങളിൽ നിങ്ങളും ഞാനും നമ്മളും പ്രകടിപ്പിക്കാത്തപ്പോൾ നാമെല്ലാവരും ഒരേ ബോധത്തിന്റെ പ്രകടനങ്ങളാണ്. അങ്ങനെയാണ് തോന്നിയത്. എന്റെ ശരീരത്തിലേക്ക് തിരികെ പോകേണ്ട സമയമായിട്ടില്ല എന്ന് എന്റെ അച്ഛൻ എന്നോട് ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നതായി എനിക്ക് തോന്നി. എനിക്ക് എന്റെ ശരീരത്തിലേക്ക് തിരികെ പോകണോ വേണ്ടയോ എന്ന് എനിക്ക് ഇപ്പോഴും ഒരു തിരഞ്ഞെടുപ്പുണ്ടെന്ന് തോന്നിയതിനാൽ ആദ്യം ഞാൻ തിരികെ പോകാൻ ആഗ്രഹിച്ചില്ല. അതിനാൽ ആദ്യം എന്റെ ശരീരത്തിലേക്ക് തിരികെ പോകാൻ ഞാൻ ആഗ്രഹിച്ചില്ല. കാരണം ഈ രോഗബാധിതവും മരിക്കുന്നതുമായ ശരീരത്തിലേക്ക് തിരികെ പോകാൻ ഒരു നല്ല കാരണവും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഞാൻ എന്റെ കുടുംബത്തിന് ഒരു ഭാരമായിരുന്നു. ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു. ഒരു നല്ല കാരണവുമില്ലാത്തതിനാൽ ഞാൻ തിരികെ പോകാൻ ആഗ്രഹിച്ചില്ല. എന്നാൽ അടുത്ത നിമിഷം എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്കറിയാമായിരുന്നതിനാൽ കാൻസറിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായതിനാൽ എന്റെ ശരീരത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചാൽ എന്റെ ശരീരം വളരെ വേഗത്തിൽ സുഖപ്പെടുമെന്ന് എനിക്കറിയാമായിരുന്നുവെന്ന് എനിക്ക് പൂർണ്ണമായും മനസ്സിലായി. അങ്ങനെ ആ നിമിഷം ഞാൻ തിരികെ പോകാൻ തീരുമാനിച്ചു. എന്റെ അച്ഛനും എന്റെ ഉറ്റ സുഹൃത്തും എന്നോട് പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നിങ്ങൾ ആരാണെന്ന് സത്യം നിങ്ങൾക്കറിയാമല്ലോ. തിരികെ പോയി നിങ്ങളുടെ ജീവിതം ഭയമില്ലാതെ നയിക്കുക. ആ നിമിഷങ്ങളിലാണ് ഞാൻ കോമയിൽ നിന്ന് ഉണർന്നത്. എന്നെ കണ്ടപ്പോൾ എന്റെ കുടുംബത്തിന് വളരെ ആശ്വാസം തോന്നി. ഡോക്ടർമാർക്ക് അത് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. ഡോക്ടർമാർ അവിടെ ഉണ്ടായിരുന്നു. അവർ അത്ഭുതപ്പെട്ടു. പക്ഷേ അവർ വളരെ വളരെ ജാഗ്രത പാലിക്കുകയായിരുന്നു. കാരണം അറിയാൻ ഒരു വഴിയുമില്ല. ഞാൻ ഇപ്പോഴും വളരെ ദുർബലനായിരുന്നു. ഞാൻ കോമയിൽ നിന്ന് പുറത്തു നിൽക്കുമോ അതോ സുഖം പ്രാപിക്കുമോ അതോ തിരികെ പോകുമോ എന്ന് ആർക്കും അറിയാൻ ഒരു വഴിയുമില്ലായിരുന്നു. പക്ഷേ എനിക്ക് സുഖമായിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്റെ മുഴുവൻ കുടുംബത്തോടും ഞാൻ പറയുകയായിരുന്നു, എനിക്ക് സുഖമായിരിക്കും, എനിക്ക് സുഖമായിരിക്കുമെന്ന് എനിക്കറിയാം. ഇത് എന്റെ സമയമല്ല. 5 ദിവസത്തിനുള്ളിൽ എന്റെ ശരീരത്തിലെ മുഴകൾ 70% ചുരുങ്ങി. 5 ആഴ്ചകൾക്കുശേഷം വീട്ടിലേക്ക് പോകാൻ എന്നെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഞാൻ പൂർണ്ണമായും കാൻസർ മുക്തനായി. ഇപ്പോൾ സംഭവിച്ചത് ആ നിമിഷം മുതൽ എനിക്ക് എന്റെ ജീവിതം വീണ്ടെടുക്കേണ്ടി വന്നു എന്നതാണ്. നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നതുപോലെ എന്റെ ജീവിതം പൂർണ്ണമായും വ്യത്യസ്തമായി തോന്നുന്നു. അത് ലോകത്തെക്കുറിച്ചുള്ള എന്റെ വീക്ഷണത്തെ മാറ്റി. ആ അനുഭവം നമ്മുടെ ഭൗതിക ശരീരങ്ങളെക്കുറിച്ചും എന്റെ ഭൗതിക ശരീരത്തെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും ലോകത്തെ ഞാൻ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ചുമുള്ള എന്റെ വീക്ഷണത്തെ മാറ്റിമറിച്ചു. ആ അനുഭവത്തിന് ശേഷം വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ സംയോജിപ്പിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നി. അത് എങ്ങനെ തോന്നുന്നുവെന്ന് വിശദീകരിക്കാൻ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗം രൂപകങ്ങളും ഞാൻ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു രൂപകവും ഉപയോഗിക്കുക എന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ പൂർണ്ണമായും ഇരുണ്ട ഒരു വെയർഹൌസിലാണെന്ന് നിങ്ങൾ സങ്കൽപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായും ഇരുണ്ട ഒരു വെയർഹൌസിലാണെന്നും അത് വളരെ ഇരുണ്ടതിനാൽ നിങ്ങൾക്ക് ഒന്നും കാണാൻ കഴിയില്ലെന്നും സങ്കൽപ്പിക്കുക. നിങ്ങളുടെ മുന്നിൽ എവിടെയും ഒന്നും കാണാൻ കഴിയില്ല. എന്നാൽ നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ടോർച്ച് മാത്രം പിടിച്ച് ആ ടോർച്ച് ഓണാക്കി ആ ടോർച്ച് ഉപയോഗിച്ച് നിങ്ങൾ ഇരുട്ടിലൂടെ സഞ്ചരിക്കുന്നുവെന്ന് സങ്കൽപ്പിക്കുക. ആ ചെറിയ ടോർച്ചിന്റെ ബീം ഉപയോഗിച്ച് ഇരുട്ടിൽ നിങ്ങളുടെ വഴി സഞ്ചരിക്കുക. വെയർഹൌസിൽ നിങ്ങൾ കാണുന്നതെല്ലാം ആ ടോർച്ചിന്റെ ബീം ഉപയോഗിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് മാത്രമാണ്. ഇനി ബീം അവിടെ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നതെല്ലാം അവിടെയുള്ളത് മാത്രമാണെന്ന് സങ്കൽപ്പിക്കുക. മറ്റെല്ലാം ഇരുട്ടിലാണ്. നിങ്ങൾ അവിടെ ബീം പ്രകാശിപ്പിക്കുന്നു. നിങ്ങൾ കാണുന്നതെല്ലാം അവിടെയുള്ള ആ സ്ഥലമാണ്. ബീമിന്റെ വെളിച്ചം ഒഴികെ മറ്റെല്ലാം ഇരുട്ടിലാണ്. ഇപ്പോൾ ഒരു ദിവസം സങ്കൽപ്പിക്കുക, വലിയ ഫ്ലഡ്ലൈറ്റുകൾ തെളിയുന്നു. അങ്ങനെ മുഴുവൻ വെയർഹൌസും പ്രകാശിക്കുന്നു. ഈ വെയർഹൌസ് വളരെ വലുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ സങ്കൽപ്പിച്ചതിലും വലുതാണ് ഇത്. കൂടാതെ അത് ഷെൽഫുകളും എല്ലാത്തരം വ്യത്യസ്ത വസ്തുക്കളുടെയും ഷെൽഫുകൾ കൊണ്ട് നിരത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്ന എല്ലാത്തരം വസ്തുക്കളും നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളും ഈ ഷെൽഫുകളിൽ അടുത്തടുത്തായി നിലനിൽക്കുന്നു. ഇവയിൽ ചിലത് മനോഹരമാണ്, ചിലത് അത്ര മനോഹരമല്ല, ചിലത് വലുതാണ്, ചിലത് ചെറുതാണ്, നിങ്ങൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത നിറങ്ങളിലുള്ള ചിലത്, നിങ്ങൾ ഒരിക്കലും സങ്കൽപ്പിക്കാത്ത നിറങ്ങൾ, വിചിത്രവും രസകരവുമായ ചില കാര്യങ്ങൾ എന്നിവയെല്ലാം അടുത്തടുത്തായി നിലനിൽക്കുന്നു. അവയിൽ ചിലത് നിങ്ങൾ മുമ്പ് നിങ്ങളുടെ ഫ്ലാഷ്ലൈറ്റ് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ അവയിൽ പലതും നിങ്ങൾ മുമ്പ് കണ്ടിട്ടില്ലാത്തതിനാൽ നിങ്ങളുടെ ഫ്ലാഷ്ലൈറ്റ് അതിൽ ഒരിക്കലും തെളിയുന്നില്ല. ഇനി ലൈറ്റുകൾ വീണ്ടും അണഞ്ഞാൽ നിങ്ങൾ ഒരു ഫ്ലാഷ്ലൈറ്റിലേക്ക് മടങ്ങുകയാണെങ്കിൽ സങ്കൽപ്പിക്കുക.
ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതെല്ലാം ഒരു ഫ്ലാഷ് ലൈറ്റിന്റെ ബീം എന്നിവ ഉപയോഗിച്ച് നിങ്ങൾ കാണുന്നതാണെങ്കിലും കുറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾക്കൊപ്പം ഒരേ സമയം വളരെയധികം കാര്യങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് അവ കാണാൻ കഴിയാത്തതിനാൽ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ കഴിയില്ലെന്ന് അർത്ഥമാക്കുന്നില്ലെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഇപ്പോൾ ആ അനുഭവം ഉണ്ടായിരുന്നതിനാൽ നിങ്ങൾക്കറിയാം. എനിക്ക് തോന്നുന്നത് അതാണ്. നമ്മൾ വിശ്വസിക്കുന്നതിനേക്കാൾ വളരെയധികം നിലനിൽക്കുന്നതായി തോന്നുന്നു, നമ്മൾ അനുഭവിച്ചതിനേക്കാൾ വളരെയധികം നിലനിൽക്കുന്നതായി തോന്നുന്നു. ഇത് നമ്മുടെ ടോർച്ചിന്റെ വെളിച്ചത്തിന് പുറമാണ്. അത് കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ ഗെയിം പരീക്ഷിച്ചു നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായി ഒരു ചെറിയ പരീക്ഷണം. മുറി മുഴുവൻ നോക്കി ചുവപ്പ് നിറത്തിലുള്ളതെല്ലാം കണ്ടെത്തണം, ചുവപ്പ് മുതൽ ബർഗണ്ടി വരെ. ചുറ്റും നോക്കി നിങ്ങളുടെ ഓർമ്മയിൽ വയ്ക്കുക, കഴിയുന്നത്രയും. അത് നിങ്ങളുടെ ഓർമ്മയിൽ വയ്ക്കുക, കാരണം ഞാൻ നിങ്ങളോട് അത് ഓർമ്മിക്കാൻ ആവശ്യപ്പെടും. ശരി, നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. മുൻവശത്തേക്ക് അഭിമുഖീകരിക്കുക. ഇനി നീല നിറത്തിലുള്ള എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയും? ഏതാണ്ട് ഒന്നുമില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഏതാണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ തുറന്നു ചുറ്റും നോക്കുക. ചുവപ്പിനൊപ്പം എത്ര നീല നിറത്തിലുള്ള വസ്തുക്കൾ ഉണ്ടെന്ന് കാണുക, പക്ഷേ നിങ്ങൾ അത് ശ്രദ്ധിച്ചില്ല, നിങ്ങൾ അത് കണ്ടില്ല. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. ആ ടോർച്ചിന്റെ ബീം, അതെന്താണ്? അതാണ് നിങ്ങളുടെ അവബോധം. ആ ബീം നിങ്ങളുടെ അവബോധമാണ്. നിങ്ങൾ എന്തെങ്കിലും ബോധവൽക്കരിക്കുമ്പോൾ അത് നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറുന്നു, അത് നിങ്ങൾ മുമ്പ് അനുഭവിച്ചതായി മാറുന്നു. നിങ്ങളുടെ മൂക്കിനു താഴെ മറ്റെന്തെങ്കിലും ഉണ്ടാകാം, പക്ഷേ നിങ്ങളുടെ ടോർച്ച് അതിൽ പ്രകാശിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കില്ല. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. കാൻസർ അവബോധത്തിനായി നമ്മൾ ചെലവഴിക്കുന്ന കോടിക്കണക്കിന് ഡോളറുകളെക്കുറിച്ചും എല്ലാ കാൻസർ അവബോധ കാമ്പയിനുകളെക്കുറിച്ചും ചിന്തിക്കുക. ആരോഗ്യ അവബോധത്തിനായി നമ്മൾ ഇത്രയധികം പണവും ഊർജ്ജവും പരിശ്രമവും ചെലവഴിച്ചാൽ നമുക്ക് എത്ര വ്യത്യസ്തമായ ഒരു ലോകം ഉണ്ടാകുമെന്ന് സങ്കൽപ്പിക്കുക. പോരാട്ടത്തിലും യുദ്ധങ്ങളിലും ഏർപ്പെടുന്നതിനുപകരം സമാധാനത്തിൽ നമ്മുടെ എല്ലാ ശ്രമങ്ങളും നടത്തിയാൽ, നമ്മുടെ അവബോധം മാറ്റിയാൽ നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു ലോകം ലഭിക്കും. കൂടുതൽ വ്യക്തിപരമായ തലത്തിലേക്ക് കൊണ്ടുവരാൻ ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച 5 വലിയ പാഠങ്ങൾ നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, ഞാൻ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ അവബോധം കേന്ദ്രീകരിക്കാൻ ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്നേഹമാണ്. അതാണ് ഒന്നാമത്. സ്നേഹം എന്ന് ഞാൻ പറയുമ്പോൾ പറയാൻ വളരെ എളുപ്പമാണ്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പഠിച്ച ഒരു കാര്യം, എനിക്ക് കാൻസർ വരാനുള്ള ഒരു കാരണം ഞാൻ എന്നെത്തന്നെ സ്നേഹിക്കാത്തതുകൊണ്ടാണ് എന്നതാണ്. അത് വളരെ പ്രധാനമാണ്. നമ്മൾ നമ്മളെത്തന്നെ സ്നേഹിക്കുമ്പോൾ നമ്മൾ നമ്മളെത്തന്നെ വിലമതിക്കുന്നു. നമ്മൾ നമ്മളെത്തന്നെ വിലമതിക്കുമ്പോൾ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആളുകളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ സ്വയം സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവരെ നിയന്ത്രിക്കാനോ ഭീഷണിപ്പെടുത്താനോ നിങ്ങൾക്ക് ആവശ്യമില്ല. മറ്റുള്ളവർ നിങ്ങളെ നിയന്ത്രിക്കാനോ ഭീഷണിപ്പെടുത്താനോ നിങ്ങൾ അനുവദിക്കുന്നില്ല. അതിനാൽ നിങ്ങളെത്തന്നെ സ്നേഹിക്കുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതുപോലെ പ്രധാനമാണ്. നിങ്ങൾ സ്വയം എത്രത്തോളം സ്നേഹിക്കുന്നുവോ അത്രത്തോളം മറ്റുള്ളവർക്ക് സ്നേഹം നൽകണം. രണ്ടാമത്തേത്, ഞാൻ പഠിച്ച അടുത്ത വലിയ പാഠം ജീവിതം നിർഭയമായി ജീവിക്കുക എന്നതായിരുന്നു. നമ്മളിൽ മിക്കവരും ഭയത്തിന്റെ ഭക്ഷണക്രമത്തിലാണ് വളർന്നത്. നമ്മളെ എല്ലാത്തിനെയും ഭയപ്പെടാൻ പഠിപ്പിച്ചിരിക്കുന്നു. എനിക്ക് എല്ലാത്തിനെയും ഭയമായിരുന്നു. എനിക്ക് കാൻസറിനെ ഭയമായിരുന്നു, തെറ്റായ ഭക്ഷണം കഴിക്കാൻ ഭയമായിരുന്നു, ഇഷ്ടപ്പെടാത്ത ആളുകളെ ഞാൻ ഭയമായിരുന്നു, എല്ലാറ്റിനെയും ഞാൻ പരാജയപ്പെടാൻ ഞാൻ ഭയപ്പെട്ടു. നമ്മളിൽ മിക്കവരും എല്ലാത്തിനെയും ഭയപ്പെട്ടാണ് വളർന്നത്. ഭയം നിങ്ങളെ സുരക്ഷിതരാക്കുമെന്ന് ആളുകൾ കരുതുന്നു. അത് സത്യമല്ല. സ്നേഹം നിങ്ങളെ സുരക്ഷിതരാക്കുന്നു. നിങ്ങൾ സ്വയം സ്നേഹിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം സുരക്ഷിതരാക്കുകയും മറ്റുള്ളവരെ അപകടത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യുന്നു. സ്നേഹം നിങ്ങളെ ഭയത്തേക്കാൾ വളരെ സുരക്ഷിതരാക്കുന്നു. വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം ഞാൻ പഠിച്ചത് നർമ്മവും ചിരിയും സന്തോഷവുമാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ജനിക്കുന്നത്. ചിരിക്കേണ്ടത് പ്രധാനമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ജനിക്കുന്നത്, കാരണം കുട്ടികൾ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. സ്നേഹവും നിർഭയത്വവും അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ജനിക്കുന്നത്, പക്ഷേ നമ്മൾ വളരുന്തോറും അത് നമ്മിൽ നിന്ന് നിയന്ത്രിതമാകുന്നു. ചിരി വളരെ പ്രധാനമാണ്. നർമ്മവും ജീവിതത്തിൽ നിങ്ങളുടെ സന്തോഷം കണ്ടെത്തലും. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന മറ്റേതൊരു ആത്മീയ പ്രവർത്തനത്തെക്കാളും ഇത് പ്രധാനമാണ്. നമുക്ക് കൂടുതൽ ചിരി ഉണ്ടായിരുന്നെങ്കിൽ, വാസ്തവത്തിൽ നമ്മുടെ രാഷ്ട്രീയക്കാർ പോലും ചിരിക്കാൻ പഠിച്ചിരുന്നെങ്കിൽ. ചിരിക്കുന്നു.
നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു ലോകം ലഭിക്കുമായിരുന്നു. നമുക്ക് കൂടുതൽ ചിരിയുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് രോഗമുള്ളവർ കുറയുമായിരുന്നു, നിങ്ങൾക്ക് കുറച്ച് ആശുപത്രികൾ ആവശ്യമായി വരുമായിരുന്നു, നിങ്ങൾക്ക് കുറച്ച് ജയിലുകളും ആവശ്യമായി വരുമായിരുന്നു. നാലാമത്തെ കാര്യം ഞാൻ പഠിച്ചത് ജീവിതം ഒരു സമ്മാനമാണ് എന്നതാണ്. അത് ശരിക്കും അങ്ങനെയാണ്. നമ്മളിൽ മിക്കവരും ജീവിതം ഒരു ജോലിയാണെന്ന് കരുതിയാണ് ജീവിക്കുന്നത്, പക്ഷേ അങ്ങനെയാകരുത്. നമ്മൾ വിലമതിക്കുന്ന എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അതിന്റെ യഥാർത്ഥ മൂല്യം നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ എന്നത് നിർഭാഗ്യകരമാണ്. എന്റെ ജീവിതത്തിന്റെ മൂല്യം മനസ്സിലാക്കാൻ എനിക്ക് എന്റെ ജീവൻ നഷ്ടപ്പെട്ടു. മറ്റുള്ളവർ അതേ തെറ്റുവരുത്തരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്റെ സന്ദേശം പങ്കിടുന്നത്. കാരണം വളരെ വൈകിയാൽ ആളുകൾ അവരുടെ ജീവിതത്തിന്റെ മൂല്യം മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതം ഒരു സമ്മാനമാണ്. നിങ്ങൾക്ക് വരുന്ന വെല്ലുവിളികൾ പോലും ഒരു സമ്മാനമാണ്. എനിക്ക് കാൻസർ വന്നപ്പോൾ അത് എനിക്ക് നേരിടാൻ കഴിയുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ തിരിഞ്ഞുനോക്കുമ്പോൾ എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണിതെന്ന് എനിക്ക് തോന്നുന്നു. കാൻസർ ആണെന്ന് ആളുകൾ കരുതുന്നു, അല്ലെങ്കിൽ കാൻസർ എന്നെ കൊല്ലുകയാണെന്ന് ഞാൻ പോലും കരുതി. പക്ഷേ യഥാർത്ഥത്തിൽ കാൻസർ വരുന്നതിനു മുമ്പ് ഞാൻ എന്നെ തന്നെ കൊല്ലുകയായിരുന്നു. കാൻസർ എന്റെ ജീവൻ രക്ഷിച്ചു. നിങ്ങളുടെ എല്ലാ വെല്ലുവിളികളും സമ്മാനങ്ങളാണ്. അവസാനം നിങ്ങൾ എന്നോട് ക്ഷമിക്കും. അവസാനം നിങ്ങളുടെ വെല്ലുവിളികൾ ഒരു സമ്മാനമാണെന്ന് നിങ്ങൾ എപ്പോഴും കണ്ടെത്തും. നിങ്ങൾ ഒരു വെല്ലുവിളിയിലാണെങ്കിലും അത് ഇതുവരെ ഒരു സമ്മാനമായി തോന്നുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇതുവരെ അവസാനത്തിലെത്തിയിട്ടില്ല എന്നാണ്. ഞാൻ പഠിച്ച അഞ്ചാമത്തെയും അവസാനത്തെയും കാര്യം വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലായ്പ്പോഴും നിങ്ങളായിരിക്കുക എന്നതാണ്. നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങളായിരിക്കുക. നിങ്ങൾക്ക് കഴിയുന്നത്ര തിളക്കത്തോടെ നിങ്ങളുടെ വെളിച്ചം പ്രകാശിപ്പിക്കുക. നിങ്ങളുടെ അതുല്യത സ്വീകരിക്കുക. നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ ആരാണെന്ന് അറിയുക. നിരുപാധികമായി നിങ്ങളെ തന്നെ സ്നേഹിക്കുക. നിങ്ങളായിരിക്കുക. ആ 5 കാര്യങ്ങൾ ഉപയോഗിച്ച് വളരെ നന്ദി. നിങ്ങളുടെ ജീവിതം നിർഭയമായി ജീവിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു.